ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അഭിനയിച്ച് ഓളം തീർത്ത നടി. എന്നാൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കെ വിവാഹവും ദാമ്പത്യവും. എന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ആ ജീവിതം തകർന്നടിഞ്ഞു. എല്ലാം ഒരു 13 വർഷത്തിനുള്ളിൽ തന്നെ സംഭവിച്ചു. രാവണപ്രഭുവിലെ പൊട്ടുകുത്തടി പുടവ ചുറ്റടി എന്ന ഗാനത്തിലൂടെയും ദുബായിലെ സൂസന്നയായും കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ മൊയ്തൂട്ടി ഹാജിയുടെ ആദ്യ ഭാര്യ ഫാത്തിമയായുമെല്ലാം അഭിനയിച്ച നടി വിന്ധ്യയുടെ സ്വകാര്യ ജീവിതമാണ് ഇത്തരത്തിൽ തകർന്നടിഞ്ഞത്. അതിനു പിന്നിലെ കാരണങ്ങളും അതിനുശേഷം വിന്ധ്യ ചെന്നെത്തിയ സ്ഥലങ്ങളുമൊക്കെയാണ് നടിയുടെ ജീവിതം മാറ്റിമറിച്ചതും ഇപ്പോൾ ശ്രദ്ധ നേടുവാൻ കാരണമായതും. 1980-ൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ് വിന്ധ്യ ജനിച്ചത്. 19-ാം വയസ്സിൽ നടൻ റഹ്മാന്റെ നായികയായി തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു സിനിമാ പ്രവേശനം. അന്ന് മറ്റാർക്കും ലഭിക്കാത്ത പ്രതിഫലമായിരുന്നു വിന്ധ്യയ്ക്ക് ലഭിച്ചത്, 1 ലക്ഷം രൂപ. എന്നാൽ ആ സിനിമയിൽ അഭിനയിച്ചതിനൊപ്പം ഒരു കരാറിൽ കൂടി നടി ഒപ്പിട്ടു. ആ വർഷം മറ്റൊരു ചിത്രത്തിലും അഭിനയിക്കില്ല. റഹ്മാനൊപ്പമുള്ള ചിത്രം പുറത്തുവന്നതിന് ശേഷം നിരവധി ഓഫറുകളായിരുന്നു നടിയെ തേടിയെത്തിയത്. എന്നാൽ കരാറുള്ളതിനാൽ ഒന്നിലും അഭിനയിക്കാൻ സാധിച്ചില്ല. പിന്നീടുള്ള ഓരോ വർഷങ്ങളിലും 4ഉം 5ഉം 6ഉമായി കൈനിറയെ ചിത്രങ്ങളെത്തി. പിന്നാലെയാണ് ദുബായ് എന്ന സിനിമയിൽ മമ്മൂക്കയ്ക്കൊപ്പവും രാവണപ്രഭുവിൽ പൊട്ടുകുത്തടി പുടവ ചുറ്റടി എന്ന സൂപ്പർ ഗാനത്തിൽ ഐറ്റം ഡാൻസറായുമെല്ലാം എത്തിയത്. അതിലെല്ലാം ഉപരി വിന്ധ്യയെ ശ്രദ്ധേയയാക്കിയത് കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ശ്രീനിവാസന്റെ മൊയ്തൂട്ടി ഹാജി എന്ന കഥാപാത്രത്തിന്റെ ആദ്യ ഭാര്യയായ ഫാത്തിമയായി എത്തിയതാണ്. പിന്നീട് മലയാളത്തിലേക്ക് കണ്ടില്ലെങ്കിലും തമിഴിൽ സജീവമായിരുന്നു. അങ്ങനെയിരിക്കെ 28-ാം വയസ്സിലാണ് നടി ഭാനുപ്രിയയുടെ സഹോദരനായ ഗോപാലകൃഷ്ണനെ വിവാഹം കഴിക്കുന്നത്. തികച്ചും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഇവരുടേത്. 2008 ഫെബ്രുവരിയിൽ ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. അതിനുശേഷം പൂർണ്ണമായും വീട്ടമ്മയായി ഒതുങ്ങി. എന്നാൽ ആ ജീവിതത്തിന്റെ കെട്ടുപൊട്ടിച്ച് 4-ാം വർഷം 2012-ൽ വിവാഹമോചനത്തിലേക്ക് എത്തുകയായിരുന്നു നടി. പിന്നാലെ സിനിമയും അഭിനയവുമെല്ലാം ഉപേക്ഷിച്ച് വിന്ധ്യ സജീവമായി ഇറങ്ങിയത് രാഷ്ട്രീയത്തിലേക്കും. ജയലളിതയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു വിന്ധ്യ. ഇപ്പോൾ AIADMKയുടെ പ്രചരണ വിഭാഗം സെക്രട്ടറിയാണ് വിന്ധ്യ. ഈ പദവിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് MGR തന്റെ പ്രിയങ്കരിയായ ജയലളിതയ്ക്ക് പാർട്ടിയിൽ സ്ഥാനമുറപ്പിക്കാനായി സൃഷ്ടിച്ചതാണ് ഈ പദവി. അവിടെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ച ജയലളിത ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറുകയും 6 തവണ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ആ ജയയോടുള്ള ആരാധനയും ആദരവുമാണ് വിന്ധ്യയെ രാഷ്ട്രീയത്തിലെത്താൻ പ്രേരിപ്പിച്ചത്. സിനിമ ഉപേക്ഷിച്ച് വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങിയ നടിക്ക് പിന്നീട് സിനിമയിലേക്ക് തിരിച്ചെത്താനായില്ല. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് എത്തി. ജയലളിതയ്ക്ക് മകളെ പോലെയായി മാറിയ വിന്ധ്യ പൊതുപ്രവർത്തനത്തിൽ മുഴുകുകയായിരുന്നു. പിന്നീട് വേനൽക്കാലത്ത് വിന്ധ്യ തന്റെ ചന്ദ്രഗിരി തോട്ടത്തിൽ നിന്നുള്ള മാമ്പഴങ്ങൾ ജയലളിതയ്ക്ക് സമ്മാനിക്കുമായിരുന്നു. അതേറെ ഇഷ്ടവുമായിരുന്നു ജയലളിതയ്ക്ക്. മരണശേഷവും അവർ ആ പതിവ് മുടക്കിയില്ല. മെറീന ബീച്ചിലെ ജയയുടെ ശവകുടീരത്തിൽ പതിവായി മാമ്പഴക്കൊട്ടകൾ സമർപ്പിച്ചു. ബാക്കിയുള്ളവ സമീപ പ്രദേശത്തെ ജനങ്ങൾക്കും നൽകി. പലപ്പോഴും കാക്കകൾ ആ മാമ്പഴങ്ങൾ കൊത്തിപ്പെറുക്കുന്നത് അകലെ മാറി നിന്ന് തൊഴുകൈയോടെ കണ്ണീരോടെ നോക്കി നിൽക്കുമായിരുന്നു വിന്ധ്യ. ജയയുടെ മരണശേഷം രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്ന വിന്ധ്യയെ സിനിമയിലും ദാമ്പത്യത്തിലും തുണയ്ക്കാതെ പോയ ഭാഗ്യം രാഷ്ട്രീയത്തിൽ തുണയ്ക്കുമോ എന്നാണ് ചലച്ചിത്ര പ്രവർത്തകർ ഇപ്പോഴും ഉറ്റുനോക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.